അമ്മയുടെ നീണ്ട 40 ദിവസം നോൻപ് അവസാനിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ എന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ട് ദിവസം കൂടി സമയമുണ്ട് കേട്ടോ. അതായത് നാളെയല്ലേ ഇവർ തിരിച്ചു വരുള്ളൂ. തിരിച്ച് വന്നു കഴിഞ്ഞ് മാല ഊരിക്കഴിഞ്ഞാലല്ലേ നോൻപ് തീരത്തുള്ളൂ. ഇപ്പോൾ കന്നിക്കെട്ടാണ് കേട്ടോ അമ്മയുടെ മാമിയുടെയൊക്കെ. മാമി വൈക്കത്ത് വെച്ച് തന്നെ കന്നിക്കെട്ട് സെറ്റാക്കിയൊക്കെ വരാമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അമ്മയുടെ നമ്മൾ തളിയോറം അമ്പലത്തിൽ വെച്ച് സെറ്റ് ചെയ്യുന്നത്. ശംഖുവും കണ്ണനും പോകാൻ റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ കറുപ്പ് ഡ്രസ്സും കറുപ്പ് സാരിയും പുതിയ കുറേ കറുപ്പ് ഉടുപ്പൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കിയൊക്കെ വന്നിരിക്കട്ടെ. എല്ലാം പുതിയ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും പുതിയതൊക്കെ വാങ്ങിച്ചു. അതുപോലെ മാല ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്ന് വാങ്ങിച്ചേട്ടാ മാല ഓൾറെഡി. പിന്നെ ഇവർ പറഞ്ഞു വെച്ചാൽ മാല നമുക്ക് പോണേൻ്റെ അന്ന് രാവിലെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടിട്ടുണ്ടായില്ല. അമ്മയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസങ്ങൾ, അതായത് നോൻപെടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയം തന്നെ മാലയൊക്കെ ഇട്ട് സെറ്റായതാട്ടോ. നമുക്ക് 40 ദിവസം നോൻപുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ അമ്മയ്ക്കാണെങ്കിൽ നോൻപെടുക്കുന്നതൊന്നും വലിയ ഇഷ്ടമില്ല. എനിക്കൊന്ന് എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണെങ്കിലും ഒന്ന് അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നോൻപെടുക്കുന്നത് മോനെ. അപ്പം എനിക്ക് ചിന്നൊക്കെ ഭയങ്കര ക്രേസ് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് നോൻപെടുക്കുന്നതിൽ അമ്മ ഒരു പഴഞ്ചൊല്ലൊക്കെ എടുക്കല്ലേ വ്രതം, എടുത്താൽ വ്രതം മുടക്കല്ലേ, ആ ടീമാണമ്മ. ഞങ്ങളൊക്കെ നോൻപെടുക്കുമ്പോഴത്തേക്കും അമ്മ അപ്പം തന്നെ പറയും. അമ്മ ഈ ഒരു ഡയലോഗ് അടിക്കാറുണ്ട്. അമ്മയ്ക്ക് പഴനിക്കല്ല മലയ്ക്ക് പോകുമ്പോൾ പോകണം എന്ന് അതിയായ ആഗ്രഹം വന്ന് അങ്ങനെ ഞങ്ങൾ സെറ്റാക്കി. അപ്പോൾ അമ്മയോട് പറഞ്ഞാൽ അമ്മ കന്നിക്കെട്ടാണെന്നുണ്ടെങ്കിൽ 40 ദിവസം എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ നോൻപൊക്കെ എടുത്ത് അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലോട്ട് എടുത്തെന്നാണ് ഈ കാണുന്നത്. അപ്പോൾ ചിന്നുവിന് അമ്പലത്തിൽ വരാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി കോളേജിൽ പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി സുന്ദരിയായിട്ട് സാരി കൊടുത്ത് നേരെ വന്ന് അമ്പലത്തിൻ്റെ വെളിയിൽ നിൽക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ കാണുന്ന ചിന്നു വന്നത്. പിന്നെ തലയിൽ എന്തായാലും തോർത്തെല്ലാം കെട്ടി, പുതിയ തോർത്തൊക്കെ കെട്ടി, അതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നെയ്ത്തേങ്ങ നിറച്ചപ്പം അച്ചായി പോകാമെന്നും പറഞ്ഞാൽ ആദ്യം ഇരുന്ന് വെച്ചത്. പക്ഷേ അച്ചായിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ചിന്നുവിന് ലീവ് കിട്ടിയില്ല. അവരുടെ കോളേജിൽ എന്താണ്ടൊക്കെ സാധനമുണ്ട്, ലീവ് കിട്ടിയില്ല. അപ്പോൾ പാവ അച്ചായിക്ക് പോകാനും പറ്റില്ല. അതുകൊണ്ട് പിന്നെ നെയ്ത്തേങ്ങയൊക്കെ എല്ലാവരുടെയും പേരിലൊക്കെ നിറച്ച് എല്ലാമൊക്കെ തൊട്ട് തൊഴുത് പിന്നെ ഈ കാണുന്നതൊക്കെ തന്നെ ആസ് യൂഷ്വൽ നമുക്കറിയാമല്ലോ, ശാന്തി എടുത്ത് ഈ സാധനമൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതൊന്നുമല്ല പറയാൻ വന്നത്. ഇവിടുന്ന് നേരെ ഇനി വൈക്കം ചെന്നിട്ട് അവിടുന്ന് മാമീനെയും കയറ്റി പോവുകയാണ്. അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷമം എന്നാ വെച്ചിട്ടുണ്ടെങ്കിലോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണനെ കണ്ടതിന് ശേഷം ആദ്യമായിട്ടാണ് കണ്ണൻ ഒറ്റയ്ക്ക് ഞാനില്ലാണ്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ ശബരിമലയിലായ സ്ഥിതിക്ക് വെറുതെ ഒരു വയലൻസ് ഉണ്ടാക്കണ്ടല്ലോ, ഞാനും കൂടി കയറിപ്പോയിട്ട് ആൾക്കാർ സീനാക്കുമല്ലോ അത് രീതിയിൽ. അപ്പോൾ ആദ്യമായിട്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വീട് വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു നല്ല കാര്യത്തിനല്ലേ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ട്. ചിന്നുവിൻ്റെ കാര്യത്തിലാണ് ചിന്നു വാല്യുവേഷന് പോകുമ്പോൾ ശംഖു ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു സീൻ കിട്ടാറില്ലായിരുന്നു. കാരണം ആദ്യം ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല എന്നല്ല. പക്ഷേ പുതിയ വീടൊക്കെ വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ചിന്നു ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ചിന്നു നിൽക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇവർ തേങ്ങയെല്ലാം അടിച്ച് ദക്ഷിണയൊക്കെ എല്ലാവർക്കും കൊടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്ന സീനാണ് ഈ കാണുന്നത്. വിഷമമുണ്ടെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി അരവണയും ഉണ്ണിയപ്പവും പ്രതീക്ഷിച്ച് ഇവിടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്.